Praise the Lord. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനയോട് ഇരിക്കേണ്ട സമയമാണ്. എനിക്കൊരു പുതിയ ട്രാൻസ്ലേറ്ററിനെ കിട്ടി. ഞാൻ 2-3 സ്ലൈഡ്സ് കൊണ്ടുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്ക് ചെയ്യുന്നില്ല. എന്തോ സംഭവിച്ചു, ടെക്നിക്കൽ. ഓക്കെ. So there are some slides up there to see. Okay, thank you. എഡ്വിൻ ഹണ്ടർ നോയൽ ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന ഒരു മിഷണറി ആയിരുന്നു. Edwin Hunter Noyle was a missionary who lived in England. 1878 ജനിച്ചു. 1878. 1878 was when he was born. നല്ല സമ്പന്ന കുടുംബത്തിൽ യാതൊരു പരാതിയുമില്ലാതെ തൻ്റെ ജനനവും പിന്നീടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും മുന്നോട്ട് പോയി. He used to live in a very wealthy family and he had no problems with his education. 17-ാം വയസ്സിൽ താൻ യേശുവിനെ കണ്ടെത്തി. He knew the Lord in the age of 17. 29-ാം വയസ്സിൽ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടായി. At 29 he had the calling of the Lord. ആ വിളിയുടെ ആസ്ഥാനത്തിൽ പ്രിയ ദാസൻ ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. In regards to that call, he traveled to Africa. അവിടേക്ക് പോകുന്നതിനായിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് നാൾ മാത്രം അവിടെ ചെലവഴിച്ചു. There was some difficulties in getting to Africa, so he only spent a few months there. അവിടെ നിന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് പോകുന്നു താൻ ആഗ്രഹിച്ചു. And from Africa he decided he'd like to travel to India. അങ്ങനെ കർണാടകത്തിൽ എത്തിച്ചേരുകയുണ്ടായി. And that's how he reached the land of Karnataka. 1890s. In 1890s. അവിടെ ദൈവത്തിൻ്റെ സുവിശേഷവുമായി നിൽക്കുമ്പോഴാണ് കേരളത്തെ പറ്റി അറിയുന്നത്. While he was in Karnataka with the gospel, that's when he came to know about the land of Kerala. ആ സമയത്ത് കേരളത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രിയ മിഷണറിയാണ് നാഗൽ. Nagal was the missionary that was in Kerala at that time. അവിടെ നിന്ന് കേരളത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നെത്തിപ്പെട്ടത് കൊച്ചിയിലാണ്. He traveled to Kerala and he was in the state of Kochi. അവിടെ നിന്ന് നാഗൽ സാഹിബ് മൊത്ത് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു. He talked with Mr. Nagal Sahib and he came to know a lot of things about Kerala. അവിടെ നിന്ന് കുമ്പനാട്ടേക്ക് യാത്രയായി. And he traveled to the land of Kumbanad. അവിടെ ചെന്ന് ദൈവത്തിനോടുള്ള അതിയായ സ്നേഹം എങ്ങനെ നോവൽ സാഹിബിന് കിട്ടിയോ അത് പ്രകാശിപ്പിക്കണം എന്ന് താൻ ഉദ്ദേശിച്ചു. He wanted to display the love of God the way that Nagal Sahib had displayed in the land of Kerala. തനിക്ക് കിട്ടിയ വെളിച്ചം പ്രകാശം തനിക്ക് മാത്രമല്ല എന്ന് തോന്നിയതുകൊണ്ട് താൻ കുമ്പനാട്ട് ആ വെളിച്ചം പകർത്തുവാൻ ആഗ്രഹിച്ചു. He went to the land of Kumbanad because he wanted to show the love of Christ like the love of Christ was shown to him. You and me are the light of the world. ഞാനും നിങ്ങളും ഈ ലോകത്തിലെ വെളിച്ചമാണ്. അങ്ങനെ കുമ്മനാട്ട് എത്തുകയും അവിടെ പിന്നോക്ക സമുദായത്തിലുള്ള താഴ്ന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തൻ്റെ മനസ്സ് പറഞ്ഞു. He reached the land of Kumbanad and he shared the gospel among the people of Pinkin? The local people. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹ്യ ജീവിതം, അവരുടെ ആരോഗ്യം, ഇതിലെല്ലാത്തിനും ഒരു പരിഹാരം കാണണം എന്ന് സായിപ്പ് ആഗ്രഹിച്ചു. Their education, their wealth, their health, he knew that he had to make some sort of means for them. ഒരു 130 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 130 years. We're talking about a story that's 130 years old. ഓർക്കണം, അതിസമ്പന്നമായ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന നോയൽ സാഹിബ്. We're talking about a missionary who had no issues with his education and health back home. വന്നിരിക്കുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷനോ ഒരു കമ്മ്യൂണിക്കേഷനോ യാതൊരു വിധമായ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. He has come to the land of Kumbanad, which is a very difficult place with no communication or transportation. അന്ന് ആ പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്നത് വനമേഖല എന്നാണ്. At that time, the place was basically a jungle. ദുർഘടമായ മലകളും അരുവികളും താഴ്വരകളും താണ്ടിയാണ് അതിൽ പോകേണ്ടത്. There were dangerous mountains and valleys in those places. ഒരിക്കൽ നാഗൽ സാഹിബ് കൊച്ചിയിൽ നിന്ന് ഈ ശുശ്രൂഷകൾ കാണാൻ വേണ്ടി പോയിരുന്നു.
One time he had gone along with a couple of people to see these ministries. നോയൽ സാഹിബിന്റെ അടുത്ത് ചെന്നു. കുറിയന്നൂര് ചില മലകളൊക്കെ ചവിട്ടി കയറി പകുതിയായപ്പോൾ സാഹിബ് പറഞ്ഞു ഇനിയും പോകണ്ട, മതി, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. He had gone on a treacherous climb with Brother Noel, and he had realized that he couldn't carry on any longer, and he said we should go back. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മിഷണറിയാണ് നോവൽ എന്ന് പറയുന്നത്. He's a very popular missionary in those areas. ചെറിയ ചെറിയ സ്കൂളുകൾക്കാണ് തുടക്കമിട്ടത്. He started with small schools in that area. അവിടെ സ്കൂളുകൾ തുടങ്ങുക അവരുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിനുള്ള പൈസ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് ഉദ്യോഗം കൊടുത്തത്. Brother Noel had given the wages for the teachers from his own wealth. ഫ്രീ എഡ്യൂക്കേഷൻ, പൈസയിൽ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുക. And so his goal was to make sure that the students were taught without having to pay any fees. ഒരു സ്കൂളായിട്ട് തുടങ്ങി. He started with one school. 24-25 സ്കൂളോളം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. And during his duration he transformed that into 24 and 25 ഇപ്പോഴും 17 സ്കൂളുകൾ ഹൈസ്കൂളുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. There are still 17 high schools that are in that area. You are the light of the world. അവിടെയും ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ വെളിച്ചമാവുന്നു. ആ വെളിച്ചം ഈ നോയൽ സാഹിബിന് കിട്ടിയതുകൊണ്ട് അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സുകളിൽ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. Because of the light that he had shown in those areas in those days, he still is in our memories to this day. പല കുമ്മനാട് സ്കൂളുണ്ട്, അതുപോലെ ചേത്തക്കൽ ഒരു സ്കൂളുണ്ട്. ചേത്തക്കൽ സ്കൂൾ അവിടെ തുടങ്ങിയത് ചില കുട്ടികൾ മാത്രം തുടങ്ങിയ ഒരു സ്കൂളാണ് ആ ചേത്തക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. The school in Chetakil that was started by Brother Noel was a very small school, and it started with very few children. അവിടുത്തെ ആദ്യ ഫലം എന്ന് പറയുന്നത് സിറിയൻ ക്രിസ്ത്യാനി എന്ന് വന്ന ഒരു കുടുംബമാണ് കണ്ണങ്കര കുടുംബം. The first fruits from that school was a Syrian Christianese family. അവിടെ ആ പ്രദേശത്ത് ഇന്നും ആ കുടുംബത്തിൽ ഗ്രാൻഡ് ചൈൽഡ് ഇപ്പോഴും സുവിശേഷവുമായിട്ട് നിൽക്കുന്നു. There is still one member of the family that is still saying the gospel in those areas. അങ്ങനെ ദുർഘടമായ സ്ഥലങ്ങളുടെ പ്രവർത്തിച്ചതിന് ശേഷം പലവിധമായ അസുഖങ്ങളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം വന്നു. As he was in those areas, in those treacherous areas, he did have some diseases. പലരും സ്വദേശത്തേക്ക് മടങ്ങി പോകാനും മെഡിക്കേഷൻ എടുക്കാനും എല്ലാം പറഞ്ഞു. A lot of his folks told him to go back to where he came from and to get help. എന്നാൽ താൻ സ്നേഹിക്കുന്ന സ്ഥലവും സ്നേഹിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ആവണം തന്റെ മരണം എന്ന് താൻ പ്രത്യാശിച്ചു. But his desire was to be in the land where he had shown the gospel, and he desired to pass away there. അതിനിടയ്ക്ക് നോയൽ മദാമയും ചില ക്ലിനിക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ആതുരാലയങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ചെറിയ രീതിയിൽ തന്നെ തുടങ്ങുവാനിടയായി. His wife, I believe, started clinics and also orphanages there. അങ്ങനെ 1943 65-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കളയ്ക്ക് പോയി യാത്രയായി. 1943 at the age of 65 he passed away. കുമ്പനാട് സെമിത്തേരിയിൽ മിഷണറിയുടെ ശരീരം, ഭൗതിക ശരീരം അടക്കുകയുണ്ടായത്. In the Kumbanad funeral homes is where his body lays now. ചില സ്ലൈഡ്സ് അവിടെ കാണിക്കുന്നത് ഇത് കുമ്പനാട് ആദ്യത്തെ സ്കൂള്. That right there is the first school in Kumbanad. Second, ഇതൊരു പ്രിന്റിംഗ് പ്രസ്, ട്രാക്ട്, അത് മുഖേന അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് നോയൽ സാഹിബും മദാമയും കൂടി കുമ്പനാട് തുടങ്ങിയതാണ്. This is a printing press Noel Saib and his wife had started in order to print tracts. Next. ഇത് ആദ്യത്തെ സഭ, അതാണ് കുമ്പനാട്ടിലുള്ള ആദ്യത്തെ ചർച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവിടുത്തെ ഗോസ്പൽ ഹാൾ ഉണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ തുടക്കം. പുല്ലുമേഞ്ഞ സൗകര്യങ്ങൾ പരിമിതമായ ഒരു സ്ഥലത്താണ് ദൈവജനം അന്ന് കൂടി വന്നിരുന്നുകൊണ്ടിരുന്നത്. As you can see that right there is the first gospel hall. Okay, that's it. Thank you. ഞാൻ ഇന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ
ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. Matthew chapter 5 and verse 14. You are the light of the world. A city that is set on a hill cannot be hidden. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. Verse 15. Nor do they light a lamp and put it under a basket, but on a lampstand, and it gives light to all who are in the house. പറയിൻ കീഴിന്മേലല്ല നമ്മുടെ പ്രകാശം ഇരിക്കേണ്ടത്. It's not to be put under a basket. നല്ലൊരു ടെസ്റ്റിമണി നാം ഇപ്പോൾ കേൾക്കുകയുണ്ടായി. We just heard a wonderful testimony. നമ്മളെല്ലാവരും ഓരോ വിറ്റ്നസ്സുകളാണ്. We're all witnesses of that testimony. അനിലിൻ്റെ ആ ടെസ്റ്റിമണിയുടെ ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ഈ സ്റ്റോറിയും വരുന്നത്. This message is in regards to the same exact testimony that we ഞാൻ ഒരു just heard. സിമ്പിൾ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. I'm going to be talking about a simple story. കാരണം എൻ്റെ ട്രാൻസ്ലേറ്ററിനോർത്ത് വേണ്ട രീതിയിൽ പരിഭാഷ ചെയ്യുവാൻ ഉള്ള ഇതോടുകൂടി വളരെ ലളിതമായി ഈവൻ LKG സ്റ്റുഡൻസിന് പോലും മനസ്സിലാവുന്ന, നമുക്കറിയാവുന്ന, നമ്മൾ പഠിച്ച് ബൈഹാർട്ടാക്കിയിരിക്കുന്ന ഒരാളുടെ സ്റ്റോറിയാണ് ഞാനിവിടെ പറയുന്നത്. We are going to be talking about a story that many of us know from our childhood. പക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കും, എന്തിനാണ് ഈ സ്റ്റോറി നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന സ്റ്റോറി വീണ്ടും എന്തിനാണ് പറയുന്നത്? You might be thinking, why repeat a story that we've heard many, many times? ദൈവത്തിൻ്റെ ദയ എവറി മോർണിംഗ് ഇറ്റ്സ് ന്യൂ. God's grace is new every morning. അതുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. That's why we are here today. നമ്മളെപ്പോഴും അവന് നന്ദിയുള്ളവരായിരിക്കണം. We got to be thankful to God all the time. നാളെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. Tomorrow is Thanksgiving. ഞാൻ പലരോടും ചോദിച്ചു, എൻ്റെ കൊളീഗ്സിനും ചോദിച്ചു, എന്താണ് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ? I asked a couple of colleagues, what is Thanksgiving Day? എന്താണ് ഈ ടർക്കിയുടെ സിഗ്നിഫിക്കൻസ്? What is the importance of the turkey? 5 പേരെടുത്ത് 4 പേർക്കും അറിയില്ല. Out of 5 people, 4 people don't know. ഞാൻ പോകുന്നു, അപ്പൻ്റെ അമ്മ അടുത്തും പോകുന്നു, കുറച്ച് ടർക്കി അടിക്കുന്നു, അത് കഴിഞ്ഞാൽ ഒരു ഓർമ്മയില്ല. I'm going to my father's house, I'm going to be eating a turkey, and then I have no idea what's going on. അതാണ് ലോകം ആചരിക്കുന്ന താങ്ക്സ് ഗിവിംഗ്. And that's how the world celebrates Thanksgiving. ഇന്ന് നമുക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഈ താങ്ക്സ് ഗിവിംഗ് ഡെയിലി ഉള്ളതാണ്. For us born again believers, Thanksgiving is every day. ചെറിയ സമയമുള്ളൂ. രാജാക്കന്മാരുടെ 2 രാജാക്കന്മാർ 5-ാം അധ്യായമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. Shall we turn our attention to 2 Kings chapter 5? ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കേട്ടപ്പോൾ ഒരു സംഭവം ഞാൻ കേൾക്കുകയുണ്ടായി. I heard something on the news this morning. It's a deadly Thanksgiving day. It's a deadly Thanksgiving day. Yeah. കാരണം 24 മണിക്കൂറിനുള്ളിൽ 2 ആക്സിഡന്റ്, ഹോറിബിൾ ആക്സിഡന്റ്. There were 2 accidents in the span of 24 hours. അനേക ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Many are being taken away. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. We don't know what's going to happen tomorrow. നമ്മൾ ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന വിളക്കുകളാണ്. We are candles that are burning. 5-ാം അധ്യായം പറയുന്നത് നമുക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണ്, നയമാന്റെ കഥ. The story of Naaman is in chapter 5 of 2 Kings. അവൻ ആരായിരുന്നു? രാജാവിന്റെ സേനാപതിയായിരുന്നു. Naaman was the commander of the army of the king of Syria. അവൻ വിജയം നൽകിയിരിക്കുന്ന, രാജാവിന് വിജയം നൽകിയിരുന്ന ഒരാളാണ്. He was one who had given many victories to the king. ഏത് യുദ്ധത്തിന് പോയോ അവൻ വിജയം കൊണ്ടുവരും. Any battle he went to, he അവന് was തോൽവി victorious. കണ്ടിട്ടില്ല. He hasn't seen defeat. പക്ഷേ ഒരു കാര്യം അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. There's one thing that's hidden there. യഹോവയുടെ ജയം. God's deliverance. യഹോവ ആരാമിനു ജയം വരുത്തി. The Lord had given deliverance ഇത് അവർ അറിയുന്നില്ല. but they had no realization. സിറിയയിലെ രാജാവോ അല്ലെങ്കിൽ നയമാനോ ഇതുവരെ അറിഞ്ഞിട്ടില്ല. Syria and Naaman do not know about this. അവൻ ഒരു പരാക്രമശാലിയാണ്. He was Is there? mighty man in valor. Yeah, mighty man. Was a mighty man in valor. അവൻ സമ്പത്തുണ്ട്. He had lots of wealth. കുതിരകളുണ്ട്, രഥമുണ്ട്, ആളുകളുണ്ട്, ആരവമുണ്ട്, എല്ലാം ഉണ്ട്. He has horses, chariots, people to serve under. അവരൊരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. He is one who is honorable. എപ്പോഴും കുതിരയുടെ മുകളിൽ, He's always on top of the രഥത്തിന്റെ മുകളിൽ, horse, on top of chariots. അങ്ങനെ ഉന്നതമായിട്ട് തന്നെ അവന്റെ ചിന്തകളും യാത്രകളും എല്ലാം. He was always on top of the world. അവൻ താഴ്ന്ന ഒരു പ്രദേശം കണ്ടിട്ടില്ല. He has not seen any of the lower grounds. പക്ഷെ അവനൊരു കുറവുണ്ടായിരുന്നു. But he had one fault in him. ലെപ്രസി. He was a leper. കുഷ്ഠം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അത് അശുദ്ധമാണ്. Lepers were unclean at the time. അവൻ അശുദ്ധമാണ് എന്ന് മാത്രമല്ല, അവൻ എവിടെ പോയാലോ അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം.
അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ, ഞാൻ അശുദ്ധനാണ്. Not only was a leper, wherever he went, he had to make sure that he told the people that he was unclean. അവൻ തല മൂടരുത്, He could not cover his face. അവൻ അതരം ചുണ്ടുകൾ മൂടണം, He had to cover his mouth. അവൻ എവിടെ പോയാലും ഐസൊലേറ്റഡ് ആണ്. He was isolated wherever he ഒറ്റപ്പെട്ട went. ജീവിതം, He was lonely. വെറുക്കപ്പെട്ട ജീവിതം. He was hated, ആരും അവന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. and no one could come beside him, അവൻ അതിന് അടിമയാണ്. and he was a slave to it. അവൻ ഈ രോഗത്തിന് അടിമയാണ്. He was a slave to the disease he had. ഫിസിക്കലി അവൻ ഇതിന് അടിമയാണ്. Physically, he was a slave to it, പക്ഷെ അവൻ എല്ലാത്തിനും ജയിക്കുന്നുണ്ട്. but he was also winning at ഒരു everything കാര്യം അവൻ else. മറന്നുപോയി, He forgot one thing, യഹോവയാണ് ഈ ജയം നൽകുന്നത്. that it was the Lord that had given the deliverance to him. മെയിൻ പാർട്ട് ഞാൻ പറയാൻ പോകുന്നത് 2-3 വാക്യത്തിലാണ്. The main focus of this message is going to be എന്റെ in ക്യാരക്ടർ verse അവിടെയാണ്. 2 and 3. എ ലിറ്റിൽ captive slave girl from Israel. A little captive slave. ഒരു ചെറിയ പെൺകുട്ടി ഒരു വലിയ സന്തോഷവുമായി ഇസ്രായേലിൽ നിന്ന് വരുന്നു. A small girl that's coming from the land of Israel. അവൾ എങ്ങനെയാണ് സിറിയയിൽ വന്നത്? How did she come to Syria? അവൾ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. She was a 10-year-old girl who was living a nice life in അവനൊരു Israel. യഹൂദ പാശ്ചാത്യത്തിലുമാണുള്ളത്. She was a Jew. അവർ യഹൂദ പാശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഈ വചനമെല്ലാം പഴയ നിയമ പ്രമാണമെല്ലാം അരച്ച് കലക്കി അവർ ഗൃഹസ്ഥ്യമാണ്, അവരെല്ലാം അറിയാവുന്നവരാണ്. As a Jew, she was well versed in the Old Testament. അവരെ സംബന്ധിച്ചോളം കുഷ്ഠം എന്ന് പറയുന്നത് അത് അശുദ്ധമാണ്. According to them, leprosy was deemed unclean. അവരെ കണ്ടാലും അല്ലെങ്കിൽ അവരടുത്ത് പോയാലും ചെയ്യേണ്ട പ്രക്രിയകളെല്ലാം തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. We see all the laws that are written in the Old Testament in regards to leprosy. ഇത്ര നന്നായിട്ട് ജീവിച്ചിരുന്ന ഇവളെ എന്ത് ചെയ്തു ഈ പടയാളികൾ? A girl like this who was living a good life, let's see what the people of Syria had done to her. എന്നും ജയം പ്രാപിച്ചുകൊണ്ടിരുന്ന ഈ നയമാൻ ഈ സംഘവും അങ്ങോട്ട് പോയി ഒരിക്കൽ ഇവളെ പിടിച്ചുകൊണ്ട് വരികയാണ്. These victorious men from Syria had captivated and taken her as a captive and as a slave. അരാമയർ കവർച്ചയപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. As they were raiding the places, they got the little girl from the land of Israel. നമുക്ക് വേറെ ഒന്നും ഈ കൊച്ചിനെ കുറിച്ച് അറിയില്ല. And we don't know anything else about this little അവർ girl. ഇസ്രായേലിൽ നിന്ന് വരുന്നതാണ്. She's just coming from Israel. ഇപ്പോൾ അടിമയാണ്. Now she's a slave. ദൈവത്തെ ഭയക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. She was one who feared the Lord. ഒരു പ്രവാചകനെ കുറിച്ച് ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. She knew about one prophet. എലീശ പ്രവാചകനെ കുറിച്ച് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. She knew about Elisha the prophet. അവള് ഇവരുടെ ഭവനത്തിൽ വരുന്നു. She came to the house of Naaman. ശത്രു രാജ്യം. It is a land that is an enemy to them. പുതിയ ഭാഷ. It's a new language. പുതിയ സംസ്കാരം. New state. Culture. New culture. ഒന്നും അന്യദേശത്തേക്ക് അവൾ വന്നിരിക്കുകയാണ്. She has come to a foreign land. ചെറിയൊരു പെൺകുട്ടിയുടെ ഈ 10 വയസ്സിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാവുന്നുള്ളൂ. You can imagine for yourself what state of mind she's in when she comes to this land. അനിൽ ഇപ്പോൾ പറയണ്ടായി is a homesickness away from home. Like Anil had mentioned, she must have felt homesickness. എങ്ങനെയോ അവളുടെ യജമാനത്തിയോട് നയമാന്റെ ഭാര്യയോട് ആയിട്ട് സ്നേഹം കൂടുകയും അവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തു. However, she had a good friendship and a connection with Naaman's wife. ഇവൾ അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഓ എൻ്റെ യജമാനൻ കുഷ്ഠരോഗി. While she was there, she might have thought to herself, my master is a leper. എൻ്റെ മനസ്സിലെ അറിവ് വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവും. What can I do with what I know in terms of what I know from my land? ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. Not expecting anything. പക്ഷേ യജമാനന് ഒരു സൗഖ്യം വേണം. But she wanted her master to be well. മനസ്സോടെ ധൈര്യത്തോടുകൂടി ആ തക്ക സമയത്ത് നിങ്ങൾ തക്ക സമയത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ തക്ക സമയത്ത് അവൾ യജമാനത്തിയോട് പറയുകയാണ്. At the right time she waited and she went and talked to Naaman's wife. അവൾ എന്താണ് പറയുന്നത്? 3-ാം വാക്യം. In verse 3. And she said to her mistress, if only my master were with the prophet who is in Samaria, for he would heal him of his leprosy. യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്നു ചെന്നെങ്കിൽ, if only he were with the prophet in Samaria, അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു. he would heal him of his leprosy. ഈ 2 ലൈൻ, ഈ 2-3 വാക്യം മാത്രമേ ഇവളെ കുറിച്ച് പറയുന്നുള്ളൂ.
That's the only two verses we see from വേറെ that. എങ്ങും ബൈബിളിൽ പറയുന്നില്ല ഇവളെ ആരാന്നോ എന്താന്നോ എവിടെയായിരുന്നോ എന്ത് കിട്ടിയെന്നോ ഒന്നും പറയുന്നില്ല. And we don't see anything else written about her in these passages. ശമരിയയിൽ പോയി ആ പ്രവാചകനെ ഒന്ന് കണ്ടെങ്കിൽ If only you went and saw the prophet in Samaria. ഒരു ശത്രു രാജ്യമാണ് ശമരിയ എന്ന് പറയുന്നത്. Samaria was a land that was enemies with them. ഈ നയമാൻ എങ്ങനെ പോകും അവിടേക്ക്? How would Naaman go there? അതും ഈ അസുഖം കുഷ്ഠം മാറ്റുവാൻ വേണ്ടി വേറൊരു രാജാവിന്റെ അടുത്ത് പോവുകയോ? That too, he has to go to a king to save him from his leprosy. അവിടെയും മനസ്സോടെ ഇവൻ എന്ത് ചെയ്തു? And he went there. ഇവന്റെ യജമാനോട് പറയുകയാണ്, ഇവന്റെ രാജാവിനോട് പറയുകയാണ്. He goes and talks to his king. അതിക്ക് മുമ്പ് ഈ ഭാര്യ ഇവന്റെ അടുത്ത് പറയുന്നു, നയമാന്റെ അടുത്ത് പറയുന്നു. Before that, Naaman's wife had told him. പെൺകുട്ടി ഇന്ന പ്രകാരം സംസാരിച്ചു. 4 വാക്യം. Verse 4. And Naaman went in and told his master, saying, Thus and thus said the girl who is from the land of Israel. നയമാൻ എന്ത് ചെയ്തു? നയമാൻ അവിടുത്തെ രാജാവിന്റെ അടുത്ത് സിറിയയിലെ രാജാവിന്റെ അടുത്ത് പറയുന്നു. Naaman goes to his lord. സിറിയൻ രാജാവ് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഒരു എഴുത്ത് കൊടുത്തുവിടുന്നു. The Syrian king wrote a letter to the other king. ഇസ്രായേൽ രാജാവിനാണ് എഴുത്ത് കൊടുത്തുവിടുന്നത്. He gave a letter to the king of Israel. എന്തിനാണ്? ഈ കുഷ്ഠം മാറ്റുവാൻ വേണ്ടി. And this was for the healing of the leprosy. പക്ഷെ ആരെയാണ് കാണേണ്ടത്? ഒരു പ്രവാചകനെയാണ് കാണേണ്ടത്. What was the directive? He had to go see the prophet in Syria. പക്ഷെ ഈ രാജാക്കന്മാർക്കൊന്നും അറിയില്ല ഈ പ്രവാചകനെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം. But the kings do not know about the prophet and that he could heal him. രാജാവുമായിട്ടാണ് സംഭാഷിക്കുന്നത്. The two kings are talking between each other. ഇവൻ തയ്യാറായി പോകാനായിട്ട്. And so Naaman got ready to go. കൂടെ ലെറ്റർ ഉണ്ട്. He has the letter with him. 10 താലന്ത് വെള്ളിയും പൊന്നും ശേക്കലും എല്ലാം കൂടെയുണ്ട്. As you can see, he took with him 10 talents of silver, 6,000 pieces of gold, and 10 changes of raiment. 10 തരം ഡ്രസ്സാണ് കൂടെ കൊണ്ടിരിക്കുന്നത്. 10 changes of clothing. അത് മാറി മാറി എപ്പോഴാണ് ഇടാത്ത precious $500,000 ഇന്നത്തെ വില. The value for those clothing at this time would be $500,000. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ട് ചെന്നു. He goes to the king of Israel with the letter. രാജാവ് കുപിഷ്ഠനായി. ആ രാജാവ് കോപിച്ചു. The king was angry. ഈ ലെറ്ററും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ അപമാനിക്കാനാണോ? It says you want to call verse 7 it says, And it happened when the king of Israel read the letter that he tore his clothes and said, Am I God to kill and make alive, that this man sends a man to me to heal him of his leprosy? ആരായാലും ദേഷ്യപ്പെടും ഒരു കുഷ്ഠരോഗി സൗഖ്യമാക്കാൻ ലെറ്ററുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. Anyone would be angry if a letter was sent to them to heal someone of leprosy. ഞാൻ ദൈവമാണോ? He asks, Am I a God? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. These are the questions the king of Israel asks. എന്ത് ചെയ്തു? എന്നിട്ട് ഡ്രസ്സ് വലിച്ചു കീറി രാജാവ്. As you can see, he rent his clothes. അന്നത്തെ ഒരു പതിവായിരുന്നു എന്തെങ്കിലും കിട്ടിയ ഡ്രസ്സ് വലിച്ചു കീറുക എന്നുള്ളത്. It was a tradition at the time to tear your clothes if you were angry. ഇന്നത്തെ കൊച്ചു പിള്ളേരും ചെയ്യുമായിരിക്കും. Even little kids today do it. ഇവൻ ചെയ്യുന്നുണ്ട് അതുപോലെ. അപ്പോൾ ആ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് ദേഷ്യവും വിദ്വേഷവും ഒക്കെ നിറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നു. It's a display of their anger and ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുന്നു, യോബിനെ കുറിച്ച് പഠിക്കുന്നു, എന്ത് പഠിച്ചാലും അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. This is just a tradition that they had. അവൻ ചെല്ലുകയും ഈ സംഭവം എലീശ കേൾക്കുകയുണ്ടായി. This somehow got to the ears of Elisha. എലീശ രാജാവിന്റെ അടുത്ത് പറഞ്ഞു, അവനെ എൻ്റെ അടുക്ക് വിടുക. Elisha told the king, Please send him to me. 8 വാക്യം. Verse 8. So it was when Elisha, the man of God, heard that the king of Israel had torn his clothes, that he sent to the king, saying, Why have you torn your clothes? Please, let him come to me, and he shall know that there is a prophet in Israel. ഇവിടുത്തെ വാക്യം, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. Let him come now to me. ഒരു പാപിയോടുള്ള ഒരു സന്ദേശമാണ്. This is a message to the sinner. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. Let him come now to me. എന്നാൽ എന്തറിയും? And what shall he know? എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയും. That there is a prophet in Israel. അങ്ങനെ നയമാൻ എന്ത് ചെയ്തു? And what did Naaman do? അവിടെ എലീശ പ്രവാചകന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. He went to the house of Elijah. നയമാൻ വിചാരിച്ചു എലീശ പ്രവാചകൻ വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കും. He thought that Elisha would come out and touch him and heal him. അപ്പോഴും അവന്റെ പ്രൈഡ് അവിടെ നിൽക്കുകയാണ്. We can see his pride there. അതിനൊട്ടും കുറവില്ല. There is nothing less from എപ്പോഴും കുതിരയുടെ രഥത്തിന്റെ മുകളിൽ തന്നെയാണ്. He's still sitting on top of the horses. എലീശ വരും. Elisha will come out of his house എന്നെ സൗഖ്യമാക്കും, and തൊട്ട് സൗഖ്യമാക്കും. touch me and heal me.
എന്താണ് സംഭവിച്ചത്? But what happened? എലീശ തന്റെ ഭൃത്യനെ പറഞ്ഞയച്ചു. Elisha sent his servant. എലീശനെ കാണാൻ പറ്റിയില്ല. He could not see Elisha. എലീശ ഭൃത്യനെ പറഞ്ഞയച്ചു. ഭൃത്യൻ ചെന്നു. Elisha sent the messenger, and the messenger came and saw him. എന്താണ് 10ാം വാക്യം? Verse 10. And Elisha sent a messenger unto him, saying, Go and wash in Jordan 7 times, and thy flesh shall come again to thee, and thou shalt be clean. Thou shalt be clean. നീ ശുദ്ധനാകും. You will be clean. എന്ത് ചെയ്യണം? What do you have to do? നീ യോർദാൻ നദി പോകണം. Go and wash yourself in Jordan. 7 പ്രാവശ്യം പോകണം. 6 പ്രാവശ്യം പോരാ, 7 പ്രാവശ്യം പോകണം. Not 6 times, but 7 times you have to drown yourself in Jordan. അവിടെ വെച്ചും ഇവൻ കോപിഷ്ഠനായി. There too he was angry. അവൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചാലും നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടായത്. He said, the opposite of what I expected has ഈ come. യോർദാൻ നദിനേക്കാൾ നല്ല വെള്ളം എൻ്റെ സ്ഥലത്ത് ഡമാസ്കസിലുണ്ട്. He said, there are better rivers in Damascus ക്ലിയർ than ക്രിസ്റ്റൽ Jordan വാട്ടർ. that has clear crystal water. എനിക്ക് അവിടെ നിന്ന് മുങ്ങാൻ വരുന്നില്ലേ? ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് ഈ കലക്കവെള്ളത്തിൽ മുങ്ങേണ്ടത്? I could have put myself in those rivers. Why do I have to come and put myself in Jordan? എന്നാൽ 13ാം വാക്യം വായിക്കാം. Let's read verse 13. അതിന്റെ തൊട്ട് അവന് ക്രോധം ഉണ്ടായി. ദാറ്റ്സ് അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അവന് ദേഷ്യം വന്നു, ക്രോധമുണ്ടായി. The last of verse 12, it says, So he turned and went away in a rage. ഇപ്പോഴും ഇസ്രായേലിലെ ദൈവത്തിനെ അവൻ അറിഞ്ഞിട്ടില്ല. He does not know the God of Israel. 13ാം വാക്യം. And verse 13, And his servants came near and spoke to him and said, My father, if the prophet has told you to do something great, would you not have done it? How much more then when he says to you, Wash and be clean? അവിടെയും ഒരു ഭൃത്യനാണ് പറയുന്നത്. മൈ ഫാദർ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ യജമാനെ, ആ വാക്ക് ഒന്ന് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. We can see that his servants are talking to Naaman and telling him, Why do you not listen to those words? 14ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. The first part of verse 14. So he went down and dipped 7 times in the Jordan, according to the saying of the man of God. അത് മതി. മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ 1 പ്രാവശ്യം മുങ്ങി, 2 പ്രാവശ്യം മുങ്ങി, 6 പ്രാവശ്യം മുങ്ങി. നോക്കിയിട്ടുണ്ടാവും എവിടെ വരെയായി, എത്ര പോയി, അതൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒന്നും ശരിയായില്ല. 7ാം പ്രാവശ്യം മുങ്ങി. So he went to the river of Jordan, and he might have dipped himself 6 times, looked at himself. അതുവരെ അവൻ പിശാചിന്റെ പിടിയിലായിരുന്നു. Till then he was in the grasp of Satan. സത്യവും അസത്യവും ലോകവും ആത്മീകവുമായ ഒരു ജീവിതം, അതിന്റെ രണ്ടിന്റെ നടുക്കിൽ നിന്ന് ഞെരുകയാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ. He was living a life, a double life between truth and what's wrong. ഇനി 7 പ്രാവശ്യം മുങ്ങിയാൽ എൻ്റെ ശരീരം നേരെ ആയില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകേണ്ടത് എവിടെയാണെന്ന് അവന് ഓർമ്മയുണ്ട്. തിരിച്ചു ചെന്നാൽ എങ്ങനെയിരിക്കും അതെല്ലാം അവന് ഓർമ്മയുണ്ട്. He knows that he has to go back to his land. അവന്റെ ശരീരം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. And we can see, and his flesh came again like unto flesh of a little child, and he was clean. അവിടുന്ന് അവന്റെ താങ്ക്സ് ഗിവിംഗ് ഡേ ആയി മാറിയാണ്. That's where he turns from rage into thanksgiving. അവൻ മാത്രമല്ല, not just him. ഒരു ദേശം, 2 രാജ്യം, ആ മെയ്ഡ് സെർവൻ, ഭൃത്യന്മാർ എല്ലാവരും തന്നെ ദൈവത്തെ അറിയുവാനും ഇസ്രായേലിന്റെ രാജാവിനെ അറിയുവാനും ഇങ്ങനത്തെ പ്രവാചകനെ അറിയുവാനും ഈ ഇത് മുഖാന്തരം ഇടയാവുകയാണ്. Thanksgiving came to the nations, to the 2 countries, to the maidservants, to the servants. Everyone came to know who the Lord was. അത് കഴിഞ്ഞിട്ട് അവന്റെ വർത്തമാനവും സംസാരവും അവന്റെ ബോഡി ലാംഗ്വേജും എല്ലാം എങ്ങനെയായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. 15ാം വാക്യം കൊണ്ട് വായിച്ചോളൂ. We can see the change in his language after he was healed. And he returned to the man of God, he and all his aides, and came and stood before him. And he said, Indeed, now I know that there is no God in all the earth except in Israel. Now therefore, please take a gift from your servant. ഇസ്രായേൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് അവൻ അപ്പോൾ അറിഞ്ഞു. Indeed, now I know that there is no God in all the earth except in Israel. ഞാൻ കൊടുക്കുന്ന സമ്മാനം വാങ്ങിക്കണമേ പ്രവാചകനെ എന്ന് പറഞ്ഞ് സമ്മാനം കൊടുക്കുകയാണ്. He's giving the gifts to the prophet, saying, Please accept these gifts. അവിടെ ഒരു സംഭവം ഉണ്ടായി. We can see there was an issue. പ്രവാചകൻ സമ്മാനം സ്വീകരിച്ചില്ല. Elisha the prophet did not accept the gifts. എലീശയ്ക്ക് സമ്മാനം സ്വീകരിക്കാമായിരുന്നു. He could have accepted the gifts. ശുനോമിയുടെ അടുത്ത് ചോദിച്ചു വാങ്ങിയതാണ് അവിടെ താമസിക്കാനുള്ള ഇടവും സൗകര്യമെല്ലാം. Shinomi. Yeah, so all the land that Elisha had was from this other person called Shinomi. ഷിനോമിയുടെ വീട്ടിൽ ചെന്ന് ഭവനത്തിൽ ചെന്ന് താമസിക്കുകയും എല്ലാ സൗകര്യങ്ങളും എലീശ പ്രവാചകന് ചെയ്തു കൊടുത്തതാണ്.
Oh, the Shunammite woman had given him the land to stay with ഓക്കെ. for Elisha. പക്ഷേ ഇവിടെ വെച്ച് സമ്മാനം സ്വീകരിക്കുന്നില്ല. But right now, Elisha is not accepting the gifts. കാരണം അവന് അറിയാം നയമാനുണ്ട്, നയമാൻ സിറിയയിൽ വന്നിരിക്കുന്നതാണ്. അവിടെ ആരാധിക്കുമ്പോഴും അല്ലെങ്കിൽ ദേവന്മാരുടെ അടുത്ത് പോകുമ്പോഴെല്ലാം ഈ സമ്മാനങ്ങൾ കൊണ്ട് ചെന്നാണ് അവർ ആരാധിക്കുന്നത്. He knows that it is tradition back in Syria to worship by giving gifts and offerings. അപ്പോൾ നയമാനും കൂടെ വന്നവർക്കും അല്ലെങ്കിൽ ചുറ്റുമുണ്ടായിരുന്നവർക്കും അറിയണം നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല, സമ്മാനം ഒരിക്കലും അങ്ങനെ വാങ്ങിക്കുന്നവരല്ല എന്നുള്ള രീതിയിലായിരിക്കണം എലീശ അവിടെ സമ്മാനം തിരസ്കരിച്ചത്. Elisha the prophet had to make known that this is not how you worship and this is not how you celebrate by giving gifts to each other. ഇത്രയും ബാലന്റെ ദേഹം പോലെ ആയ ഒരു ദേഹവുമായിട്ട് നിൽക്കുമ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അവന്റെ മനസ്സിലുള്ളത്. Could you just imagine the kind of happiness that's in the heart of Naaman as he's clean now? അവൻ ഒരു കാര്യം മാത്രം എലീശയോട് ചോദിച്ചു. He asked one thing of Elisha. 17 വാക്യം. Verse 17. So Naaman said, "Then if not, please let your servant be given 2 mule loads of earth, for your servant will no longer offer either burnt offerings or sacrifice to other gods, but to the Lord." 2 കോവർ കഴുത മണ്ണ് എനിക്ക് തരണം എന്ന് നയമാൻ ചോദിക്കുകയാണ്. Naaman's requesting for 2 mule loads of earth. അതൊരു നമുക്ക് ആശ്ചര്യം തോന്നാം. It might be surprising. മണ്ണ് ആരെങ്കിലും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ടോ? Would anyone take sand or mud with them as they go on a travel? CS അങ്ങളുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ പോയി എന്ന് വിചാരിക്കുക. I go to brother CS Matthew Uncle's house to eat dinner. അപ്പവും കോഴി ഇറച്ചിയൊക്കെ തന്നു. He gives me food to eat. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. As I'm going back to my house, ഞാൻ കാറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മുറ്റത്തിൽ ലോണിലുള്ള 2 ബാഗ് മണ്ണെടുത്തോട്ടെ അമ്മാമയെന്ന് ചോദിച്ചാൽ എന്ത് തോന്നും? Just imagine what Tangamanti would have said if Joby Uncle took mud from his lawn back home. അത് ഭയങ്കര ആശ്ചര്യമായിരിക്കും. It would have been surprising. നമുക്കും വായിക്കുമ്പോൾ തോന്നാം 2 മണ്ണ് കഴുതപ്പുറത്ത് ഞാൻ തിരിച്ചു കൊണ്ടുപോകട്ടെ സിറിയയിലേക്ക്. We might be thinking to ourselves, why take 2 mule loads of earth? അവൻ അന്ന് വിശ്വസിച്ചിരുന്നത് യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ളത് ദൈവത്തിന്റെ രാജ്യമാണ്. He had known that Israel was the holy land of God. അന്നത്തെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് ദൈവം വസിക്കുന്നു. They knew that God lived in that land. ഹെബ്രോൻ മല, Hebron hills, അതുപോലെ സീനായ്, Sinai mountains. അങ്ങനെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ദൈവം ആവസിക്കുന്നു. They knew that God lived in those areas. അപ്പോൾ അവിടെയും അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഈ മണ്ണിൽ ദൈവത്തിന്റെ മണ്ണാണ് ഇസ്രായേൽ മണ്ണ്. So he might have thought to himself, God lives in this land. ഇത് കുറച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? So what should I do while I take this? പഴയ പ്രമാണം അനുസരിച്ച് മണ്ണ് കൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു യാഗപീഠം പണിയണം. He wants to build an altar on top of that land. ഈ മണ്ണ് കൊണ്ട് അവൻ ഈ അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് സിറിയയിൽ ചെന്നിട്ട് ഈ മണ്ണ് വെച്ചിട്ട് ഒരു യാഗപീഠം പണിയണം. He wants to go back to his land and build an altar there. അതിൽ ദൈവത്തെ ആരാധിക്കണം. And there he wants to sacrifice to the Lord. ഇതാണ് ചെറിയൊരു കഥ നയമാന്റെ. This is the story of Naaman. അവന്റെ പ്രൈഡ് മാറി, His pride had been അവന്റെ removed. അഹങ്കാരം മാറി, His rage had been അവൻ removed. താഴ്ന്നു വന്നു, He was humble. ഭൂമിയിൽ താഴ്ന്നു, He was humble to the land. ഭൂമിയേക്കാളും അടിയിലേക്ക് താഴ്ന്നു, വെള്ളത്തിൽ മുങ്ങി. He dipped himself under water. അവന്റെ എല്ലാം അവൻ അവിടെ വെച്ച് മൂടിക്കളഞ്ഞു. He buried everything there. പുതിയ മനുഷ്യനായി വന്നു. He was a new man. ഒരു അഹങ്കാരമില്ല, He had ഒരു പ്രൈഡുമില്ല. no pride in him. അവൻ വിശ്വസിച്ചു, And he believed. വിശ്വസിച്ച് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ഇസ്രായേലിലെ ദൈവത്തെ വിശ്വസിച്ചു. He believed in the God of Israel. ഇതിനെല്ലാം കാരണം എന്താണ്? And what is the reason behind all this? Servant maid girl. The servant maid girl back in his land. അവൾക്ക് ഒരു ശ്രുതി മാത്രം ഉണ്ടായിരുന്നു, എലീശ പ്രവാചകൻ. She had only one thing in her mind, the prophet Elisha. ഈ സ്ലേവ് ഗേൾ കാരണം എത്രയോ പേർക്കാണ് ദൈവവചനം കിട്ടിയത്. Because of that little servant girl, how many people came to know about ഈ the സ്ലേവ് Lord? ഗേൾ ഇല്ലെങ്കിൽ നാം ഇന്നും നയമാനെ കുറിച്ച് പഠിക്കില്ല. If it wasn't for that slave girl, we would not have this story in our Bibles. ഇന്നും സിറിയ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ അവസ്ഥയെ കുറിച്ച് നാം പഠിക്കില്ലായിരുന്നു. We would not know about the 2 lands of Syria and അതിന് Israel. കാരണം ഈ സ്ലേവ് ഗേളാണ്. It was all because of that slave We girl. are the light of the world. We are the light of the നമ്മൾ world. വെളിച്ചമാണ് ലോകത്തിന്റെ.
We are the light of the world. അത് ബുഷലിന്റെ അടിയിൽ ഒളിച്ചു വെക്കേണ്ടതല്ല. It's not one that's to be hid under അത് the basket. തണ്ടിന്റെ മുകളാണ് നിൽക്കേണ്ടത്. It's supposed to be on top of എന്നാലാണ് the hill. പ്രകാശം കിട്ടുകയുള്ളൂ. That's the only way we can get the light. നമ്മൾ ആ പ്രകാശം എവിടെ ചെന്നാലും അത് പ്രകാശിപ്പിക്കണം. Wherever we go, we need to be the In light. the workplace, In the workplace, അല്ലെങ്കിൽ നാം ആയിരുന്ന സാഹചര്യങ്ങളിൽ in any situation we're in. മറ്റുള്ളവർ നാം ആരെന്നറിയില്ല. Nobody else knows who we are. പക്ഷേ എങ്കിൽ നാം നമ്മുടെ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. We need to use our time wisely. അവൾക്ക് കിട്ടിയ റിവാർഡ് എന്താണെന്ന് അറിയാമോ? And what was the reward this little girl got? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അവൻ നയമാൻ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ട് ഇസ്രായേൽ വിടുകയോ അല്ലെങ്കിൽ പാരൻസിനൊപ്പം എത്തിക്കുകയോ ഒക്കെ ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. We hope that some good things might have come to this little girl. Job chapter 16 verse 19. Job chapter 16 and verse 19. യോബിന്റെ ചുറ്റും കുറച്ചു പേര് നിൽപ്പുണ്ട്. There are a couple people that are standing in between Job. Chapter 16 verse 2. Chapter 16 and verse 2. Okay. I have heard many such things. Miserable comforters are you all. എൻ്റെ ചുറ്റും നിൽക്കുന്നത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. Everyone around me are miserable comforters. പക്ഷെങ്കിൽ 16 വാക്യം വായിക്കുക. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. Verse 16. Oh, yeah. My face is foul with weeping, and on my eyelids is the shadow of death. അവൻ്റെ ദേഹമാസകലവും അവൻ്റെ മനസ്സും എല്ലാം ഇരിക്കുന്ന അവസ്ഥ, അവൻ്റെ പ്രോപ്പർട്ടി, വെൽത്ത് എല്ലാം പോയി കഴിഞ്ഞ് അവൻ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ മുഖം ചുവന്നിരിക്കുകയാണ്. He's sitting there, he has lost everything. അപ്പോഴും അവന് അവിടെ പറയാനുണ്ട് 19 വാക്യം. And there in verse 19. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും Also now, behold, my witness is in heaven. എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. And my record is on high. My record is on high. My record is on. എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലിരിക്കുന്നു. My record is on high. നമുക്ക് ഭൂമിയിൽ ആരും പ്രശംസിക്കാനുണ്ടാവില്ല. There might be no one in this world for us. ചെറിയ കാര്യമായിരിക്കും നാം ചെയ്യുന്നത്. It might be a little thing that we might be doing. ആരും അത് ശ്രദ്ധിക്കുകയില്ല. No one might notice it. പക്ഷെങ്കിൽ എൻ്റെ റെക്കോർഡ് ഈസ് ഓൺ ഹൈ. But here we see, behold, my witness is എല്ലാം in കാണുന്ന heaven. ഒരു ദൈവമുണ്ട്. There's a God that sees everything. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും, In whatever situation we are, കഷ്ടതയുടെ നടുവിലായിരുന്നാലും, in the midst of difficulties, എത്ര ഘോരമായ അസുഖം വന്നാലും, in terms of when we are in diseases, അതിനുശേഷം ഒരു സന്തോഷമുണ്ടെന്നുള്ളതായിരുന്നു നാം ഓർക്കരുത്. we need to remember that there is a happiness at the end of it all. അതെല്ലാം വരുന്നത് നമുക്ക് ദൈവത്തോടുള്ള പരിജ്ഞാനം കൂട്ടുവാൻ വേണ്ടിയാണ്. This is all coming to us so that we can grow closer to God. 119 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരിക്കുന്നത് എനിക്ക് ഗുണമായി. Psalm 119. It is good for me that I have been afflicted, that I might learn thy statutes. നിന്റെ ചട്ടങ്ങൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരിക്കുന്നത് എനിക്ക് ഗുണമായി എന്ന് ഒരു സങ്കീർത്തനം പറയുന്നു. The psalmist says here. പലപ്പോഴും നാം കഷ്ടത്തിലായിരിക്കുന്നത് ദൈവം നമ്മെ കടത്തിവിടുന്നത് ഒരു ഗുണത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യം നാം മറക്കരുത്. We shouldn't forget that sometimes we are put in difficult situation so that goodness would come through. നമ്മുടെ സാക്ഷി സ്വർഗത്തിലാണ്. Our testimonies in heaven. നമ്മുടെ റെക്കോർഡും ഉയരത്തിലാണ്. Our record is on high. വരും ദിവസങ്ങളിൽ ദൈവം നാമമഹത്വത്തിനായിട്ട് നാം എവിടെയായിരിക്കുന്ന സ്ഥാനത്തായിരുന്നാലും ഇൻ എ ഫോറിൻ ലാൻഡ് എനിവേർ ഇൻ ദ വേൾഡ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, അവൻ്റെ വഴിയിൽ നടക്കാം, എന്നും നന്ദിയുള്ളവരായിട്ടിരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. Let us continue to walk, glorifying the Lord, worshiping Him wherever we are in a foreign land, always giving Him glory.